ഇന്നത്തെ എൻ്റെ റെസിപ്പി ചപ്പാത്തിയുടെ കൂടെയും പെറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിനേക്കാൾ ഉപരി ഹെൽത്തി ആയിട്ടുള്ള പാലക് പനീറാണ്. പാലക് ചീര എന്ന വിളിപ്പേരുള്ള ഈ പാലക്കിൽ ധാരാളം വിറ്റാമിൻസും അയണും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഇതിനെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് അത് തിളയ്ക്കാറായി വരുമ്പോൾ ഈ പാലക്കില അതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ ആ ഇല എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. തിളപ്പിച്ച വെള്ളം കളയണ്ട, അത് നമുക്ക് ഗ്രേവിക്ക് ഉപയോഗിക്കാം. ഇനി ഒരു പാനിൽ അല്പം ബട്ടർ ഇട്ട് ഈ പനീർ ക്യൂബ്സിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. പനീർ ഗ്രേവിയിലിടുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് അല്പം ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്കിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ആകുന്ന സമയം കൊണ്ട് നമുക്ക് 2 തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളി അല്ലിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം. നമ്മുടെ ഒണിയൻ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച് ടൊമാറ്റോ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്യുക. അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാലക്കിനെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. തക്കാളിയൊക്കെ നല്ല വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് അത് ഒന്ന് പച്ചമണമൊക്കെ മാറി നല്ല എണ്ണ തെളിഞ്ഞ് വരണം. ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടി ഇട്ട് കുക്ക് ചെയ്യാൻ. അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച പാലക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് പാലക് വേവിച്ചപ്പോൾ എടുത്ത് മാറ്റി വെച്ച വെള്ളം കൂടി കുറച്ചൊഴിക്കാം. ഇനി ഇതിനെ നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ഒരു 4-5 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത പേസ്റ്റാണിത്, അതും കൂടി ചേർത്ത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തുള്ളിച്ചാടുന്ന ഗ്രേവി ആയതുകൊണ്ട് അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. ഇത് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയൊക്കെ പോരെങ്കിൽ ചേർക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സും ഇട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല സ്മൂത്ത് ഗ്രേവിയാണ്. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. പാലക്കിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ നല്ല ഗ്രീൻ ആയിട്ടിരിക്കും. പാലക്കിൻ്റെ അയണും പനീറിൻ്റെ പ്രോട്ടീനും ഒക്കെ ചേർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ കുറച്ച് ഓയിലേ നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ചപ്പാത്തി കറികളിൽ നിന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കൂ. ഒരു ചേഞ്ച്, അതെല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നോട് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം.